സാറിനേരെ നമസ്കാരം. വീണ്ടും നമ്മുടെ ഒരു ചെറിയ കുക്കിംഗ് പരിപാടിയാണ് ഇന്നിപ്പോൾ വേറെ ഒന്നുമില്ല. നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളൊരു കുസ്കൂസ് മറാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്രായേലി സൂപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കറി എന്ന് പറയാം. അപ്പൊ അത് ഉണ്ടാക്കുന്നു. അതിൻ്റെ ഒപ്പം കൂസ്കൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കനോല ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുക. അത് പിന്നെ ഇതിലേക്ക് കടല വേണം. ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സാധനം മേടിച്ചാണ്. സാധാരണ അത് വെള്ളത്തിട്ടിട്ട് ആക്കാനാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഇടാൻ മറന്നുപോയി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത് മേടിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്ന പച്ചക്കറി ഐറ്റംസ് ആണ്. സ്വീറ്റ് പെപ്പർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സെലറി ഒരു കഷ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ മധുരക്കിഴങ്ങ്, തക്കാളി, പിന്നെ ഇവിടെ ഈ ചൊരക്ക പോലെയുള്ള സംഭവമുണ്ട്. അപ്പൊ അതും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട സവോളയും വെളുത്തുള്ളിയും, പിന്നെ ചിക്കൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വിങ്സ് ആണ്. ചിക്കൻ വിങ്സ് ആണ്. നമുക്ക് ഏത് ചിക്കൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇന്നത് വേണമെന്ന് ഒന്നും നിർബന്ധമില്ല. അപ്പോൾ ആ സംഭവമാണ് നമ്മളിപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് കൂസ്കൂസ് ശരിക്കും പറഞ്ഞാൽ ഒരു ടുണീഷ്യൻ ഫുഡാണ്. ശരിക്ക് ഇത് ഇസ്രായേലിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂതന്മാർ ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്ത് അവർ മൊറോക്കോയിലും ടുണീഷ്യയിലൊക്കെ പോയി താമസിക്കുന്നുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് അവർ തിരിച്ച് ഇസ്രായേലിലേക്ക് വന്നപ്പോൾ അവരുടെ കൂടെ കൂട്ടിയ ഒരു ടുണീഷ്യൻ വിഭവമാണ് ഈ കൂസ്കൂസ് എന്ന് പറയുന്നത്. ശരിക്കും സെമോലി തന്നെയാണ്. ഇത് നമുക്ക് ലിഡിലൊക്കെ അവൈലബിൾ ആണ്. ലിഡിൽ വളരെ ചീപ്പായിട്ട് 1 പൗണ്ടിന് 1 കിലോന് മീതെ കിട്ടും. ഇതിപ്പോൾ ഞങ്ങൾ മേടിച്ചത് നമ്മുടെ കോസ്കോന്നാണ്. ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള റേറ്റാണ്. എന്നിരുന്നാൽ പോലെ ലിഡിൽ നമുക്ക് 1 പൗണ്ടിന് 1 കിലോന് മീതെ കിട്ടും. നമുക്കൊരു 2 നേരം ഒരു 5 ആളുള്ള ഫാമിലിക്ക് സുഖമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തിന്നാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സംഗതി. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനമാണ്. പിന്നെ നമ്മൾ ബാക്കി നമുക്ക് തട്ട് ചൂടായതിനു ശേഷം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ അസിസ്റ്റന്റ് എൻ്റെ മോനാണ്, ജോസഫാണ് എല്ലാം ചെയ്യണത്. ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്ക് ഇപ്പം എന്താ വെച്ചാൽ ഈ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ജോസഫ് എന്ത് ചെയ്യാൻ പോകണം, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ടുണ്ടായെന്ന് വിചാരിക്കണം ഏകദേശം. അപ്പോൾ നമ്മൾ അതിലേക്ക് സവോളയും വെളുത്തുള്ളിയും ഇടാണ്. ജോസഫ് അത് ഇട്ടു. ഇത് നല്ലപോലെ വരണ്ട് വന്നതിന് ശേഷം മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രത്യേകിച്ച് വലിയ മസാലകളൊന്നുമില്ല. അതായത് മെയിനായിട്ട് ഇരുന്ന സാധനം പാപ്രിക്കയാണ്, സ്വീറ്റ് പെപ്പർ പൊടിച്ചത്, പിന്നെ മഞ്ഞൾ, കുരുമുളക് പൊടി. ഇത്ര സാധനം ഇതിൽ മസാല ആയിട്ട് നമ്മൾ ചേർക്കുള്ളൂ. വേറെ ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. ഓക്കെ, അപ്പം ഇത് നല്ലപോലെ വരണ്ട് വരട്ടെ. ബാക്കി എന്നിട്ട് നമുക്ക് ഇതെല്ലാം വരണ്ട് വന്നതിന് ശേഷം നമുക്ക് പറയാം. നമ്മളൊരു ചെറിയ ചൂടിൽ ചിക്കനും ഇതും അടച്ചു വെച്ചിരുന്നു. അതിനുശേഷം ഇപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്തിട്ട് ഇനി നമ്മളിത് വേവാൻ വേണ്ടി വെക്കുകയാണ്. അപ്പം ഇനി അത് മൂടുകയാണ് നമ്മൾ. ഇനി അത് അവിടെ ഇരുന്ന് ചെറിയ ചൂടിൽ വേവാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ കടല എന്ന് പറയുന്ന സംഭവം വെള്ളത്തിൽ ഇട്ടിട്ടുള്ള കടലയാണ് നമ്മൾ ഇടുക. അപ്പോൾ അത് ഇതിൻ്റെ ഒപ്പം സാധാരണ ഇതിലിടും. എന്നിട്ട് നമ്മൾ ചെറിയ ചൂടിൽ ഇതെല്ലാം കൂടി ഇരുന്ന് വേവണം. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. പക്ഷെ ഇപ്പം നമ്മൾ ഇൻസ്റ്റന്റ് കടല ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം ഏകദേശം വെന്തതിന് ശേഷം കടലയിലേക്ക് ചേർക്കുന്നു. ഓക്കെ, അപ്പോൾ അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂസ്കൂസ് മറാക്ക് ഏകദേശം റെഡിയാണ്. ഓക്കെ, ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് നമ്മൾ അടയ്ക്കാൻ പറ്റുന്ന കണ്ടെയ്നർ എടുക്കണം. അതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ കൂസ്കൂസിലേക്ക് മിക്സ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് വേണ്ടത് ഒരു ഹാഫ് ലെമൺ, അതിൻ്റെ ജ്യൂസാണ്. അത് ഈ വാട്ടറിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ അതിനുശേഷം നമുക്കൊരു 2 സ്പൂൺസ് ഓഫ് ഓയിൽ വേണം. അപ്പം അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കണം. മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ കൂസ്കൂസ് ചേർക്കണം. ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം.
പരിപാടിയാണ് കൂസ് ഉണ്ടാക്കാനുള്ള പരിപാടി. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ഇത്രേ ഉള്ളൂ. ഇതൊരു ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൂസ് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് അറിയണ്ടേ. അപ്പോൾ എൻ്റെ 2 കുഞ്ഞുമക്കൾ അത് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കാം. നല്ല രസമുണ്ടാ ശരിക്കും? ആണോ? ഇത് സത്യം പറഞ്ഞ കണ്ണൻ്റെ ഫേവറേറ്റ് ഫുഡുകളിലൊന്നാണ് ഈ സാധനം. കണ്ണൻ എന്നും എന്നോട് വന്നിട്ട് പറയാനുള്ള സാധനമാണ് കുസ്കൂസ് ഉണ്ടാക്കുമെന്ന്. അല്ലടി പെണ്ണേ, അല്ലടി പെണ്ണേ, ടാറ്റ 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 ഒരു മണ്ണേ.